ഹായ് ഫ്രണ്ട്സ്, ഇഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ, അതും സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടാലോ. ഇതിന് സവാളയും തക്കാളിയും മാത്രം മതി. അതിനായി 1 കപ്പ് തുമരപ്പരിപ്പ് നന്നായി കഴുകി കുക്കറിലിട്ട് അല്പം മഞ്ഞൾപ്പൊടി, കായം ഇവയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് വേവുമ്പോഴേക്കും നമുക്കതിനൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് തക്കാളി, വറ്റൽമുളക്, വെളുത്തുള്ളി, മുഴുവനായിട്ടുള്ള മല്ലി, ജീരകം ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, അല്പം ജീരകം, വറ്റൽമുളക്, എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല. ഇതേ പരുവമാകുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തുമരപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളവും പിന്നെ പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല തിള വന്നതിന് ശേഷം അല്പം മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്വാദിഷ്ടമായ സാമ്പാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പച്ചക്കറികളുടെ ഒന്നും തന്നെ ആവശ്യവുമില്ല. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്